ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC 10th പ്രിലിംസ് സ്റ്റേജ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട്. സ്റ്റഡി വിൻ PSC കമ്പനി ബോർഡ് LGS മാത്സിനും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് GK ആൻഡ് CAയ്ക്കും വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം? ഓപ്ഷൻ ബി മുംബൈ ഇന്ത്യൻസ്. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തതാര്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ സമന്വയ പദ്ധതി. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് സമന്വയ പദ്ധതി. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ? ഓപ്ഷൻ ഡി അടിയാളപ്രേതം. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ്? ഓപ്ഷൻ ഡി ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ബി ശ്രീ സജി ചെറിയാൻ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ. ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ഓർത്തു വെച്ചോണേ. ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി ഫസ്റ്റ് ബെൽ. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര് ഫസ്റ്റ് ബെൽ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ സി EOS 04. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മൂസിരസ് ബിനാലെ നടന്ന വർഷം? ഓപ്ഷൻ സി 2012. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മൂസിരസ് ബിനാലെ നടന്ന വർഷം 2012. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ ഡി സിക്കിം ആൻഡ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? സിക്കിം ആൻഡ് പശ്ചിമ ബംഗാൾ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി മണിപ്പൂർ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം മണിപ്പൂർ. നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1 and 2. ശരിയായ പ്രസ്താവനകൾ: റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി.
നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ. റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശമേത്? ഓപ്ഷൻ ഡി അംബാല അമൃതസർ. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം അംബാല അമൃതസർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ദേശീയ ജലപാത 2 NW2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 2 and 4. ശരിയായ പ്രസ്താവനകൾ: സാദ്യ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ദേശീയ ജലപാത 2 NW2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? സാദ്യ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഊർജായാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്? ഓപ്ഷൻ എ പീലിക്കോട്. ഊർജായാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോട്. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 2 and 4. ശരിയായ പ്രസ്താവനകൾ: വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ: വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്: PSLV C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ഇതൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഇത് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഈ പോയിന്റ്സും കൂടെ ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഓപ്ഷൻ ഡി ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? ഓപ്ഷൻ ഡി 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? 2005. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ ഡി 42ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 42ാം ഭേദഗതി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തതേതെല്ലാം? ഓപ്ഷൻ ബി 2 and 3. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തതേതെല്ലാം? ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്.
താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമുള്ളതാണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. ഇത് പ്രത്യേകം ഓർത്തു വെച്ചോണം. മൗലിക അവകാശങ്ങളുമായി ബന്ധമുള്ള പ്രസ്താവനകൾ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതും കൂടി ഓർത്തു വെച്ചോണേ. ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. എന്നാലും ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യ അവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യ അവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ഓർത്തു വെച്ചോണം. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ സി 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി 1947 ജൂലൈ 22 ആണ്. ഓർത്തു വെച്ചോണം. ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി 1947 ജൂലൈ 22. ദേശീയ പതാകയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ളത് 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തത്. ദേശീയ പതാകയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ: കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ളത് 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ഓപ്ഷൻ എ 1950 ജാനുവരി 24. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? 1950 ജാനുവരി 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ ബി ന്യൂഡൽഹി. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. അരയ സമാജത്തിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. കുറിച്യ കലാപത്തിന്റെ നേതാവ്? ഓപ്ഷൻ സി രാമനമ്പി. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്? ഓപ്ഷൻ എ ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഡോക്ടർ KB മേനോൻ. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി? ഓപ്ഷൻ ബി പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി പ്രാചീന മലയാളം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം? ഓപ്ഷൻ ബി 1809. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. കല്ലുമാല സമരം നയിച്ചത്? ഓപ്ഷൻ സി അയ്യങ്കാളി. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ശ്രീരംഗപട്ടണം ഉടമ്പടി.
വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ഡി ആലുവ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ആലുവ. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത്? ഓപ്ഷൻ ഡി നാനാ സാഹിബ്. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ? ഓപ്ഷൻ ബി ഹണ്ടർ കമ്മിറ്റി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മിറ്റി. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? ഓപ്ഷൻ ബി വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വിനോബ ഭാവെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ? ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം? ഓപ്ഷൻ സി അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി? ഓപ്ഷൻ ഡി വി പി മേനോൻ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? ഓപ്ഷൻ സി ബോംബെ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം ബോംബെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ഓപ്ഷൻ ഡി 1931. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ കാവേരി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ബി പാലക്കാട്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ ഒക്ടോബർ 13. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ഡി ശ്രീ സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? ഓപ്ഷൻ ബി കൊല്ലം. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? കൊല്ലം. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? ഓപ്ഷൻ സി മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം? ഓപ്ഷൻ സി പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം? ഓപ്ഷൻ ഡി എറണാകുളം.
കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകം ഓപ്ഷൻ എ ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത്? ഓപ്ഷൻ ബി പ്രോട്ടീൻ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ഡി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ കണ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. മലമ്പനിക്ക് കാരണമായ രോഗാണു ഓപ്ഷൻ സി പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമായ രോഗാണു പ്രോട്ടോസോവ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി താലോലം. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? തെങ്ങ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷ് ആയിരിക്കും? ഓപ്ഷൻ ബി ഹരിത സസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഹരിത സസ്യങ്ങളായിരിക്കും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഓപ്ഷൻ സി വിഘാടകർ. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി അന്നപൂർണ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. അന്നപൂർണ. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ. അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ജോൺ ഡാൾട്ടൺ. ഇരുമ്പിന്റെ അയിരേത്? ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിരേത്? ഹേമറ്റൈറ്റ്. ആൽക്കലി ലോഹം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി അലൂമിനിയം. ആൽക്കലി ലോഹം അല്ലാത്തതേത്? അലൂമിനിയം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം കാർബൺ മോണോക്സൈഡ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തതേത്? ഓപ്ഷൻ എ ടെലൂറിയം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തതേത്? ടെലൂറിയം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ഓപ്ഷൻ എ ഓറിയോൺ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏത്? ഓപ്ഷൻ സി സംവഹനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏത്? സംവഹനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി കത്രിക. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രിക. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം? ഓപ്ഷൻ ബി അപവർത്തനം. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം. ഓക്കെ, ഇനി 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെയും ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്